ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബാക്കിൽ എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ചീവിയുടെ കഴിയുന്ന സൗണ്ടും ഞങ്ങളുടെ പപ്പിയെ കുളിപ്പിക്കുന്ന സൗണ്ടുമാണ് ഗൈസ് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ലോഗാണ് ഗൈസ് എടുക്കുന്നത്. പപ്പിയെ കുളിപ്പിക്കുകയാണ് ഗൈസ്. പപ്പിയെ കുളിപ്പിക്കുന്ന പപ്പ. ന്യൂ പൂച്ചക്കുട്ടി ബെല്ല രാവിലെ കിട്ടിയതാണ്. അപ്പം ഇവക്കൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. കണ്ണ് കണ്ടില്ലേ, ഒന്ന് ബ്ലൂവും ഒന്ന് യെല്ലോയും ആണ് ഗൈസ്. ബെല്ല രാവിലെ ഗേറ്റ് തുറന്നപ്പോഴത്തേക്കും വെളിയിൽ വന്ന് നിന്ന പുതിയൊരു അതിഥിയാണ്. ബെല്ലേന്ന് പേരും ഇട്ട് എനിക്ക് പൂച്ചകളോട് ഭയങ്കര കാര്യമുണ്ട്. ഞാനിങ്ങനെ എടുക്കുകയും ചെയ്തു ഗൈസ്. നല്ല ഭംഗിയില്ലേ അവളെ കാണാൻ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല രസമില്ലേ? എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കുറേ പേര് കളിയാക്കും എസ്തെറ്റിക് എന്നും പറഞ്ഞ്. എന്തോ എനിക്കറിയില്ല, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, ഒരു ഫ്ലൈറ്റ് പോകുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് ഈ ആകാശവും ഫ്ലൈറ്റൊക്കെ വലിയ കാര്യമാണ്. ഞാൻ നല്ല ബോർ കോലത്തിലിരിക്കുകയാണ്. സോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സോ ഗൈസ്, ഞാനങ്ങനെ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ചായ ഇടാം ഗൈസ്. ചായ. ഫോൺ ഇവിടെ വെക്കാം. അയ്യോ, സ്ക്രീൻഷോട്ടായി. ഫോൺ ഇവിടെ വെക്കാം ഗൈസ്. നല്ല വെട്ടമല്ലി, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ നല്ല വെട്ടമാണ് ഗൈസ്. അപ്പം നമുക്ക് ചായ ഇടാം. അയ്യോ, പാല് മൊത്തം പോയി ഗൈസ്. പാല് മൊത്തം പേടിക്കുകയാണ്. ഒരു കയ്യിൽ പാൽ കവറും മറു കയ്യിൽ എന്താണ്, ഫോണുമാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തേ. നമ്മൾ പാല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ ഗ്യാസ് അതെ ഓണാണ്. അപ്പോൾ ഗ്യാസ് ഓണാണ്. സോ ഇതൊന്ന് തിളച്ച് വരണം ഗൈസ്. അപ്പോഴത്തേക്കും ബാക്കിയുള്ള സാധന സാമഗ്രികളൊക്കെ നമുക്ക് എടുക്കാം. ഇതെൻ്റെ ഗ്ലാസ്, ഇതെൻ്റെ സിസ്റ്റം എന്നുള്ളത്. പാലവിടെ ഓക്കെ സെറ്റ്. അങ്ങനെ പാല് തിളച്ച് വന്നു. അങ്ങനെ തേയിലപ്പൊടിയൊക്കെ ഇട്ടു. ഞാൻ അധിക നേരം ഇത് റെക്കോർഡ് ചെയ്യാൻ നോക്കില്ല, കാരണം ഫോണും ഈ പാലും അതുപോലെ തന്നെ തിളച്ച് വരുന്നതും എനിക്ക് ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആംഗിളിലൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ തലയുടെ പകുതി ഭാഗമൊക്കെ കാണുന്നുള്ളൂ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിക്ക് സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. പുറത്ത് വണ്ടി പോകുന്ന സൗണ്ടിലൊക്കെയാണ് ഇങ്ങനെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആംഗിളിൽ വെച്ച് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. മറ്റ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയതാണ്. പക്ഷേ എൻ്റെ തലയുടെ പകുതി ഭാഗമൊക്കെ കാണുന്നുള്ളൂ. ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കിയെന്ന് വെച്ചാൽ അനിയത്തി കുളിച്ചിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തലയുടെ പകുതി ഭാഗമേ കാണുന്നുള്ളെന്ന്. ഞാനിവിടെ ക്യാമറ വെച്ചേക്കുന്ന കണ്ടിട്ട് ആൾ നിന്ന് ചിരിക്കുകയാണ്. ഞാനിപ്പോൾ പറയാണ് നീയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവായോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളിങ്ങനെ കുറേ നേരം എന്നെ ഇങ്ങനെ നോക്കി, എന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് വന്ന് ഒരു പ്ലേസൊക്കെ തന്നിട്ട് ആളങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേർക്കുള്ള ചായയൊക്കെ ഒഴിച്ച് ഇനി ഹോളിലോട്ട് പോകണം. ഹോളിൽ ചെന്നപ്പോൾ ദേ ഇവിടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കാൻ കാരണം ഞാൻ കുളിപ്പിച്ചിട്ട് ഇരുത്തിയേക്കാണ്. മറ്റൊരാൾ നല്ല ഉറക്കമാണ്. ഇതെൻ്റെ കുണുക്കാച്ചിയാണ്. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ പൂച്ചകൾ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പരിപ്പുവടയും ചായയൊക്കെ ആയിട്ട് മുറ്റത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. കാരണം നല്ല കാറ്റാണ് ഇവിടെ. വൈകുന്നേരം ആകുമ്പോൾ നല്ല കാറ്റും നല്ല വെട്ടവും. വെയിലുള്ള സമയത്തൊക്കെ നല്ല വെട്ടമാണ്. മഴയാണെങ്കിൽ നല്ല ഇരുട്ടുമാണ് ഗൈസ്. കാരണം ഫ്രണ്ടിലൊക്കെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കണോ അതോ ഞാൻ പറയണത് ഇട്ടാൽ മതിയോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ള ആലോചനയൊക്കെ ആയിരുന്നു. കാരണം ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അനിയത്തി പറഞ്ഞു വേണ്ട, വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന്. അപ്പോൾ ഞാൻ അവളെയും കൂടെ കുറച്ച് നേരം എടുക്കാം, വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോഴാണ് ഞങ്ങളുടെ പപ്പിയുടെ വിളയാട്ടങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ട്നെസ് വരിയിടുകയാണ് ഗൈസ് അവരും. അവർ പപ്പി ഉറക്കം അങ്ങോട്ട് ശരിയായില്ല ഗൈസ്. ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നൈസായിട്ടുണ്ടല്ലേ, കൊള്ളാം. ഈ കാണിച്ച ആ ബാക്ക്ഗ്രൗണ്ട് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ്, പോരാത്തതിന് നല്ല വെട്ടവും. അത് എൻ്റെ ക്യാമറയിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാനിത് ചോദിക്കുന്നത് പപ്പിയോടാണ്, പരിപ്പോടെ വേണോ പപ്പി എന്നുള്ളതാണ് ഞാൻ പപ്പിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോഴത്തേക്കും അവളും വന്നു. അപ്പോൾ അവളും എന്നോട് ചോദിക്കുകയാണ്, നീ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന വോയിസൊക്കെ അങ്ങനെ ഇടാൻ പോവുകയാണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കും എന്ന് ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ചായയൊക്കെ ഇട്ട് ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഗൈസ്. കാരണം ഭയങ്കര വെട്ടമാണ്, 4 സൈഡിൽ നിന്നും നല്ല വെട്ടമായതുകൊണ്ട് ഭയങ്കര രസമാണ് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്ന് ചായയൊക്കെ കുടിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പപ്പിക്കും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പപ്പിക്കും കൂടെ കുറച്ച് പരിപ്പോടെ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗായി വരുന്നത് വരെ ബൈ.